നമസ്കാരം. ഒരു കാലത്ത് ഇന്ത്യയിലും ആഗോളതലത്തിലും ബാങ്കിങ്ങിൽ ഏറ്റവും ആരാധിക്കപ്പെടുന്ന പേരുകളിൽ ഒരാളായിരുന്നു ചന്ദ കൊച്ചാർ. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നും കൊടിയ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് പതിച്ച കൊച്ചാർ ബാങ്ക് മേധാവി എന്ന നിലയിൽ എല്ലാ പരിധികളും ലംഘിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വീഡിയോകോൺ എന്ന കമ്പനിക്ക് 300 കോടി വായ്പ അനുവദിച്ചപ്പോൾ തന്റെ ഭർത്താവിന്റെ കമ്പനിക്ക് വേണ്ടി 64 കോടി കൈക്കൂലി വാങ്ങി എന്ന കുറ്റത്തിൽ നാണം കെട്ട് തലകുനിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ചന്ദ കൊച്ചാർ നിൽക്കുന്നത്. ഒരു കാലത്ത് കൊച്ചാറിനെ മാതൃകയാക്കിയവർ പോലും ഇപ്പോൾ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം കള്ളപ്പണം തടയൽ നിയമം അനുസരിച്ചുള്ള അപ്പലേറ്റ് ട്രിബ്യൂണൽ ചന്ദ കൊച്ചാറിന്റെ നടപടി കൈക്കൂലി തന്നെയാണെന്ന് വിധിക്കുകയുണ്ടായി. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന സമയത്ത് പോലും ബാങ്കിനെ ചന്ദ കൊച്ചാറിന്റെ മാജിക്കിൽ തകർച്ചയിൽ നിന്നും കരകയറ്റുകയാണ് ഉണ്ടായത്. അതോടെ വിജയത്തിന്റെ പ്രതീകമായി ചന്ദ കൊച്ചാർ മാറുകയായിരുന്നു. മികച്ച ബാങ്കിങ്ങിന്റെ മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്ക് 2011 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 സ്ത്രീകളുടെ ഫൂസ്ബിന്റെ പട്ടികയിൽ ഇടം നേടുകയും കൂടാതെ ടൈം മാഗസിനിൽ ഏറ്റവും സ്വാധീനമുള്ള 100 ആളുകളിൽ ഒരാളായി അംഗീകരിച്ചു ചന്ദ കൊച്ചാറിന്റെ പ്രധാന ഒരു നിമിഷമായിരുന്നു. എന്നാൽ ലോകത്തിലെ ശക്തരായ ഈ ബാങ്കർ അവരുടെ മേൽ നൽകിയ വിശ്വാസങ്ങളെല്ലാം തന്നെ ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരവസ്ഥയിലാണ് എത്തിച്ചത്. ഓരോ ദിവസവും അപമാന ഭാരത്താൽ ചന്ദ കൊച്ചാർ ജീവിതം തള്ളി നീക്കുകയാണ്. 1961 ജോധ്പൂരിൽ ജനിച്ച ചന്ദ കൊച്ചാർ മുംബൈയിലാണ് വളർന്നത്. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് അമ്മയാണ് അവരെ വളർത്തിയത്. കഠിനമായി പഠിക്കുകയും ജയ്ഹിന്ദ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ അവർ തുടർന്ന് ജാംനാൽ ബജാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നിന്ന് MBA നേടി. 1984 അവർ ICICI ബാങ്കിൽ ചേരുകയും അന്ന് അതൊരു വികസന ധനകാര്യ സ്ഥാപനമായിരുന്നു. ബാങ്കിംഗ് മേഖലയിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്ന സമയത്തായിരുന്നു ചന്ദ കൊച്ചാർ ഒരു നിർണായക മാറ്റങ്ങൾ കൊണ്ടുവരികയും ഒരു ICICI ബാങ്കിന്റെ തലപ്പത്തേക്ക് ചന്ദ കൊച്ചാർ എത്തുകയും ചെയ്യുന്നത്. ആഗോള സാമ്പത്തിക പ്രതിസന്ധി നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ വ്രണപ്പെടുത്തിയ സമയത്ത് 2009 അവർ MDയും അതോടൊപ്പം തന്നെ CEO-യുമായി എത്തുന്നത് വലിയൊരു കാര്യമായി, അതായത് വലിയൊരു മാറ്റം തന്നെ ബാങ്കിംഗ് മേഖലയിലുണ്ടായി. കൊച്ചാർ കൊണ്ടുവന്ന മാറ്റങ്ങളും അതോടൊപ്പം തന്നെ ബാങ്കിംഗ് മേഖലയിലുണ്ടായ മാറ്റങ്ങളും അത് കാരണം ഇന്ത്യയുടെ സാമ്പത്തിക മേഖല ശക്തിപ്പെടാൻ ഒരു കാരണമായി. ജനങ്ങൾക്ക് വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന വായ്പകൾ കുറയ്ക്കുന്നതിനും ശക്തമായ റീറ്റെയിൽ പ്രവർത്തനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ഡിജിറ്റൽ ബാങ്കിങ്ങിൽ നിക്ഷേപിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ അവർ വലിയൊരു മുൻഗണന നൽകി. വ്യവസായി വേണുഗോപാൽ ദൂതിന്റെ നേതൃത്വത്തിലുള്ള വീഡിയോകോൺ ഗ്രൂപ്പിന് ICICI ബാങ്ക് നൽകിയ വായ്പകളെക്കുറിച്ച് CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചതോടെ പ്രശ്നങ്ങൾ തുടക്കമായി. 2009 2011 ഇടയിൽ വീഡിയോകോൺ കമ്പനികൾക്ക് ICICI 1875 കോടി രൂപയുടെ വായ്പകൾ അനുവദിച്ചിരുന്നു. 2009 വീഡിയോകോൺ ഇന്റർനാഷണൽ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 300 കോടി രൂപ നൽകിയതാണ് ഒരു പ്രധാന വായ്പയായി ഉള്ളത്. അതിൽ ആണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. വായ്പ നൽകിയതിന് ഒരു ദിവസത്തിന് ശേഷം വീഡിയോകോൺ സ്ഥാപനമായ സുപ്രീം എനർജി 64 കോടി രൂപ കൊച്ചാറിന്റെ ഭർത്താവ് ദീപക് കൊച്ചാറിന്റെ നിയന്ത്രണത്തിലുള്ള ന്യൂ പവർ റിന്യൂവബിൾസ് എന്ന കമ്പനിയിലേക്ക് മാറ്റി. യാദൃശ്ചികമായി സംഭവിച്ചതല്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനെ ക്വിഡ് പ്രോ കോ എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്യുന്നു. അതായത് കൊച്ചാർ തന്റെ കുടുംബത്തിന് നൽകിയ സാമ്പത്തിക ആനുകൂല്യങ്ങൾക്ക് പകരമായി വീഡിയോകോണിനെ സഹായിക്കാൻ തന്റെ ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇതിനെ ഒരു ക്വിഡ് പ്രോ കോ എന്നൊരു വാക്കിട്ട് അവർ ഇതിനെ അഭിസംബോധന ചെയ്യുന്നത്. 2018 CBI പ്രാഥമിക കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ചന്ദ കൊച്ചാർ 2018 ഒക്ടോബറിൽ ICICI ബാങ്കിന്റെ തലപ്പത്ത് നിന്നും, അതായത് CEO സ്ഥാനവും അതോടൊപ്പം തന്നെ MD സ്ഥാനവും എല്ലാം തന്നെ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. 2019 CBI ചന്ദ കൊച്ചാറിനെയും അതോടൊപ്പം തന്നെ ഭർത്താവ് ദീപക് വേണുഗോപാൽ ദൂതിനെയും എന്നിവർക്കെതിരെ ഔദ്യോഗികമായി FIR രജിസ്റ്റർ ചെയ്തു. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, ഔദ്യോഗികമായ സ്ഥാനം ദുരുപയോഗം ചെയ്യൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് FIR ഇട്ടത്. കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൊച്ചാർ ദമ്പതികളുടെ 78 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. 2022 ഡിസംബറിൽ CBI ചന്ദ കൊച്ചാർ, ദീപക് കൊച്ചാർ, വേണുഗോപാൽ ദൂത് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും എങ്കിൽ അറസ്റ്റ് നിയമപരമായി അല്ല നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബോംബെ ഹൈക്കോടതി ഇവർക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു.
ഒടുവിൽ ട്രിബ്യൂണലിന്റെ അവസാന വിധിയിൽ ചന്ദ കൊച്ചാർ കുറ്റക്കാരിയാണ്, കൈക്കൂലി വാങ്ങി എന്നൊരു നിർണായകമായ ഒരു വിധിയാണ് ഇന്ന് പുറത്തേക്ക് വന്നത്. അതോടുകൂടി വരും ദിവസങ്ങളിൽ ഈ ട്രിബ്യൂണലിന്റെ വിധി ഒരു ധൈര്യം ആയിക്കൊണ്ട് CBIയും എൻഫോഴ്സ്മെന്റും കൊച്ചാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.